الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد بالله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടു പഠിച്ച റബ്ബിന്റെ കൽപ്പനകൾക്ക് ജീവിത ഇടപാടുകളെ മുഴുവനും വിധേയപ്പെടുത്തി തഖ്വയുടെ താല്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം പടച്ചവന്റെ ഇഷ്ടങ്ങൾക്ക് വിട്ടുകൊടുത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ, അതുവഴി മുസ്ലിമായി കൊണ്ട് നാഥനെ കണ്ടുമുട്ടാൻ, നാളെ പരലോകത്ത് സച്ചരിതരോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള അല്ലാഹുവിന്റെ സ്വർഗ്ഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും ഖുതുബകളിൽ പരിശുദ്ധ ഖുർആൻ പുതുതായി തീരുന്നവരുടെ പ്രത്യേകതകളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചു വന്നത്. പരിശുദ്ധ റമദാനിന് ശേഷവും തുടരേണ്ട ഖുർആനുമായി വിശ്വാസികൾ നിലനിർത്തേണ്ട ബന്ധത്തെക്കുറിച്ച് പറയുന്നതിനിടയിലാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചയിലാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥം നമുക്ക് പുതുതായി തീരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെച്ചു പുലർത്തേണ്ട ചില സവിശേഷ ഘടകങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിച്ചത്. ഖുർആൻ തന്നെ അതിന്റെ ആരംഭത്തിൽ എടുത്തു പറഞ്ഞതുപോലെ ഈ ഖുർആൻ പുതുതായി തീരുന്നത് ആർക്കൊക്കെയാണ് എന്നതിന്റെ പ്രഥമ അടയാളമായിക്കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഈമാനുൽ ബിൽ ഗൈബിനെ സംബന്ധിച്ച് സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈമാനുൽ ബിൽ ഗൈബ് എന്തൊക്കെ ഉൾക്കൊള്ളുന്നു എന്നതിലേക്കുള്ള ചില സൂചനകൾ മാത്രമാണ് കഴിഞ്ഞ ഖുതുബയിൽ നൽകിയത്. വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രസരിക്കുന്ന വെളിച്ചം, ഖുർആനാകുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ, ആ വെളിച്ചത്തിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ തെളിഞ്ഞു കാണേണ്ട 3 മുദ്രകളിൽ ഒന്നാമതായിട്ടാണ് ഈ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. ആ മുദ്രകളിൽ രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈമാൻ ഹൃദയത്തിൽ കടന്നാൽ
വിശ്വാസികളുടെ ജീവിതത്തിൽ അനുഷ്ഠാനപരമായി ഉണ്ടായിരിക്കേണ്ട പ്രഥമ കാര്യങ്ങളെ സംബന്ധിച്ചാണ്. ഒന്നാമതായി പറഞ്ഞ ഈമാനുൽ ബിൽ ഗൈബ്, വിശ്വാസ കാര്യങ്ങളിൽ വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്താൻ, ആ വിശ്വാസ കാര്യങ്ങളിൽ ഉറപ്പിച്ചു നിർത്താൻ അവരെ പ്രാപ്തമാക്കുന്ന അനുഷ്ഠാന കാര്യങ്ങളാണ് രണ്ടാമത്തെ അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വയുഖീമൂന സ്വലാ, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ, അവർ നമസ്കാരം ഇഖാമത്ത് ചെയ്യുന്ന ആളുകളായിരിക്കും. ഖുർആൻ വെളിച്ചമായി തീരുന്ന വിശ്വാസികളുടെ രണ്ടാമത്തെ മുദ്രയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ നമസ്കരിക്കുന്നവരാണ് എന്നല്ല ഖുർആനിന്റെ പ്രയോഗം. മറിച്ച് പരിശുദ്ധ ഖുർആൻ നമസ്കാരത്തെ കുറിച്ച് പറയുന്നതിൽ പ്രധാനമായി പറയുന്നിടത്ത് മഹാഭൂരിഭാഗം അധിക സ്ഥലങ്ങളിൽ പ്രയോഗിച്ചിട്ടുള്ളത് യുഖീമൂന സ്വലാ എന്ന പ്രയോഗമാണ്. നമസ്കാരം ശരിക്കും ഉറക്കും, അതിന്റെ ചൈതന്യത്തോടെ സ്ഥാപിച്ച് അതിനെ നിലനിർത്തുന്ന സ്വഭാവമുള്ളവരാണ് പരിശുദ്ധ ഖുർആൻ വെളിച്ചമായി തീരുന്ന വിശ്വാസികൾ എന്നാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല, നമ്മൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന് സ്വഫ് നിൽക്കുമ്പോൾ സ്വഫ് ശരിയാക്കുന്നത് മുതൽ ഇഖാമത്തു സ്വലാത്തിന്റെ ഭാഗമായി പഠിപ്പിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കും. ബാങ്ക് കൊടുക്കുന്നതും ഇഖാമത്ത് കൊടുക്കുന്നതും പള്ളി നിർമ്മിക്കുന്നതും ഒക്കെ ഇഖാമത്തു സ്വലാത്തിന്റെ ഭാഗമായി പഠിപ്പിക്കപ്പെട്ട ദർശനത്തിലാണ് നമ്മളുള്ളത്. സത്യവിശ്വാസികൾ, വിശുദ്ധ ഖുർആൻ വെളിച്ചമായി തീരുന്ന വിശ്വാസികൾ നമസ്കാരത്തെ കുറിച്ച് ജാഗ്രതയുള്ളവരായിരിക്കണം എന്നാണ്. നമസ്കാരത്തിന് അള്ളാഹുവിന്റെ ദീനിലുള്ള സ്ഥാനം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ നമ്മുടെ ശിരസ്സിനുള്ള സ്ഥാനമാണ്. മനുഷ്യന്റെ ശരീരത്തിൽ നമ്മുടെ ശിരസ്സിന് എത്ര സ്ഥാനമുണ്ടോ അതാണ് അള്ളാഹുവിന്റെ ദീനിൽ നമസ്കാരത്തിനുള്ള സ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന്റെ സമയത്തെക്കുറിച്ച് ഒരാൾ അശ്രദ്ധനായാൽ, നമസ്കാരത്തെ ഒരാൾ അവഗണിച്ചാൽ, അയാൾ യഥാർത്ഥത്തിൽ അവഗണിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനെ തന്നെയാണ് എന്നാണ്. അൽ അഹദുല്ലദീ ബൈനനാ വ ബൈനഹു അസ്വലാ, നമുക്കും അവർക്കുമിടയിലുള്ള കരാർ നമസ്കാരമാണ്. 5 നേരത്തെ ഫർദ് നമസ്കാരത്തെ അവഗണിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ ഒരാൾക്കും ഈ ദീനിൽ തുടരാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. 5 നേരത്തെ ഫർദ് നമസ്കാരങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരാൾക്ക് അള്ളാഹുവിന്റെ ദീനിൽ തുടരാൻ സാധ്യമല്ല. ഫമൻ തറക്കഹാ ഫഖദ് കഫറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചതാണ് ഫമൻ തറക്കഹാ ഫഖദ് കഫറ. ആരെങ്കിലും നമസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി എന്നാണ്. പണ്ഡിതന്മാർ അതിന് എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ നൽകി, അതിന്റെ ഗൗരവത്തെ ദുർബലപ്പെടുത്തിയാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫമൻ തറക്കഹാ ഫഖദ് കഫറ. അതുകൊണ്ട് നമസ്കാരത്തിന്റെ കാര്യത്തിലുള്ള ജാഗ്രത, ഇത് രണ്ടും വളരെ ഗൗരവത്തോടെ പരിഗണിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാമിലൂടെ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ അതുവരെ നമ്മൾ ചെയ്തു വന്നിരുന്ന പലതും ഹറാമാണ്. ഹറാമാക്കുന്ന തക്ബീർ എന്നാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയുമ്പോൾ. ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുവരെ ഹലാലായിരുന്ന പലതും ഹാജിമാർ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവർക്ക് ഹറാമാണ്. നമസ്കാരത്തിലേക്ക് നമ്മൾ തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് പ്രവേശിക്കുന്നതോടുകൂടി സലാം വീട്ടുന്നത് വരെ നമസ്കാരത്തിലെ അഖ്വാലുകളും അതുപോലെ തന്നെ അതിന്റെ അഫ്ആലുകളും മാത്രമേ പിന്നീട് നമസ്കാരത്തിൽ അനുവദനീയമാവുകയുള്ളൂ. അതുവരെയും ഹലാലായിരുന്ന മറ്റെല്ലാം ഹറാമാക്കുകയാണ് തക്ബീറത്തുൽ ഇഹ്റാം. പിന്നീട് അള്ളാഹുവുമായുള്ള ഒരു മുനാജാത്താണ് നമ്മൾ നിർവഹിക്കുന്നത്. പടച്ചവനുമായുള്ള ഒരു മുനാജാത്താണ് പിന്നീട് നമസ്കാരം എന്ന് പറയുന്നത്. ആത്മീയതയുടെ, ആനന്ദ നിർവൃതിയുടെ, ആത്മീയമായ വല്ലാത്തൊരു അനുഭൂതിയുടെ ഒരു ലോകത്തേക്ക് വിശ്വാസിയെ കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ നമസ്കാരം ചെയ്യുന്നത്. അസ്വലാത്തു മിഅ്റാജുൽ മുഅ്മിൻ എന്ന് നമസ്കാരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് ആ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കണം. ദുനിയവിയായ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും, ദുനിയവിയായ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും താൽക്കാലികമായി അകന്നുമാറി പടച്ചവനുമായുള്ള സംഭാഷണത്തിലൂടെ ആത്മീയമായ നിർവൃതി നേടാൻ വിശ്വാസിയെ പ്രാപ്തമാക്കുന്ന നമസ്കാരം. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ വെളിച്ചമായി മാറുന്ന വിശ്വാസിയുടെ രണ്ടാമത്തെ അടയാളമായി, അനുഷ്ഠാനപരമായ ഒന്നാമത്തെ കർമ്മമായി, മൗലികമായ അടയാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. കൂടുതലായി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. മൂന്നാമത്തെ അടയാളം സമസൃഷ്ടി സ്നേഹമാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മൂന്നാമത്തെ ഉത്തര പറയുന്നത് സമസൃഷ്ടികളോടുള്ള സ്നേഹമാണ്. ഉദാരതയുള്ള മനസ്സിന്റെ ഉടമയായിരിക്കും വിശുദ്ധ ഖുർആൻ വെളിച്ചമായി തീരുന്ന വിശ്വാസികൾ. പരോപകാര തൃഷ്ണയുള്ളവരായിരിക്കും. സഹജീവികളോട് കാരുണ്യമുള്ളവരായിരിക്കും.
സമസൃഷ്ടി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃകകളായിരിക്കും അവർ. വിശുദ്ധ ഖുർആൻ വെളിച്ചമായി തീരുന്ന വിശ്വാസികളുടെ മൂന്നാമത്തെ മുദ്രയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അഥവാ തങ്ങൾക്ക് അല്ലാഹു നൽകിയത്, തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഔദാര്യമായി നൽകിയത് സ്വന്തം ഭൗതികമായ സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ മാത്രം ഉപയോഗിക്കുന്നവരല്ല വിശ്വാസികൾ. തൂർത്തടിച്ചും ദുർവ്യയം ചെയ്തും പടച്ചവൻ നൽകിയതൊക്കെ തുലച്ചു കളയുന്നവരുമല്ല മുഅ്മിനുകൾ. കിട്ടിയതൊക്കെയും കെട്ടിപ്പൂട്ടി വെച്ച് പിശുക്കിന്റെ പാതയിൽ ജീവിതം നയിക്കുന്നവരുമല്ല ഖുർആൻ വെളിച്ചമായി തീരുന്ന വിശ്വാസികൾ. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർ അല്ലാഹു തങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. അല്ലാഹു തങ്ങൾക്ക് നൽകിയതിനെ കുറിച്ച് ബോധമുള്ളവരാണ്. നൽകിയത് അല്ലാഹുവാണെന്ന് തിരിച്ചറിയുകയും അതിൽ നിന്ന് അല്ലാഹു നിർബന്ധമാക്കിയതിന് പുറമെ പടച്ചവൻ ഐച്ഛികമായി കൽപ്പിച്ചതും ഐച്ഛികമായി നിർദ്ദേശിച്ചതിനും ജാഗ്രത പുലർത്തുന്നവരായിരിക്കും. ഇൻഫാഖ് ദീനീ മാർഗത്തിലെ ധനവ്യയം, ചെലവഴിക്കൽ, പ്രിയമുള്ളവരെ, അതിന്റെ പ്രാധാന്യവും അതിന്റെ ഗൗരവവും അതിന്റെ സൽഫലങ്ങളും അതിന്റെ പുണ്യങ്ങളും ഒക്കെ ധാരാളമായി പഠിപ്പിച്ച ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. നമ്മൾ മനസ്സിലാക്കണം, അത് പരലോകത്ത് ലഭിക്കുന്ന പുണ്യത്തെ കുറിച്ച് മാത്രമല്ല പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ അടുത്ത് മഹ്ശറിൽ ചെല്ലുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് മാത്രമല്ല, ദുനിയാവിലും ഇൻഫാഖിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് ധാരാളമായി വിശദീകരിച്ചു ഖുർആൻ. നിങ്ങൾക്ക് ദുഃഖ ദുരിതങ്ങളില്ലാത്ത ഒരു ജീവിതം സാധ്യമാകണോ? ദുനിയാവിൽ നിങ്ങൾക്ക് ഭയവും ദുഃഖവും ഇല്ലാത്ത ജീവിതം സാധ്യമാകണോ? നിങ്ങൾ ചെലവഴിക്കൂ, ധനം ചെലവഴിക്കൂ എന്നാണ് ഖുർആൻ പറയുന്നത്. വിശുദ്ധ ഖുർആൻ 262 അധ്യായം സൂറത്തുൽ ബഖറയിലെ 262 ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി സുമ്മ ലാ യുത്ബിഖൂന മാ അൻഫഖൂ മന്നൻ വലാ അദാ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പടച്ചവന്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുകയും എന്നിട്ട് ചെലവഴിച്ചത് എടുത്തു പറയുകയോ ദാനം വാങ്ങിയവരെ ശല്യപ്പെടുത്തുകയോ ചെയ്യാത്തവർക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ടെന്ന് മാത്രമല്ല, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ജീവിതത്തിൽ അവർ ദുഃഖമോ ഭയമോ അവരെ ബാധിക്കുകയില്ല എന്നാണ്. പ്രിയമുള്ളവരെ, ഇൻഫാഖും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കൽ നമ്മുടെ ബർസഖിനെ തണുപ്പിക്കുന്നതാണ്. നമ്മുടെ ബർസഖിനെ തണുപ്പിക്കുന്നതാണ്. ഹർബുൽ ഖുബൂർ, ബർസഖിലെ ചൂടിൽ നിന്നും ദാനധർമ്മങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സദഖത ലതുത്ഫിഉ അൻ അബ്ലിഗു ഹർബുൽ ഖുബൂർ, ഖബറിലെ ചൂടിനെ ദാനധർമ്മങ്ങൾ കെടുത്തിക്കളയും എന്ന്. വഇന്നമാ യസ്തദിലുൽ മുഅ്മിൻ യൗമൽ ഖിയാമ ഫീ ദില്ലി സദഖ, ഒരാളുടെ ദാനധർമ്മങ്ങളുടെ തണലിലാണ്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന സദഖയുടെ തണലിലാണ് അന്ത്യനാളിൽ ഒരു മുഅ്മിൻ തണൽ അനുഭവിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അല്ലാഹുവിന്റെ കോപം, പടച്ചവന്റെ വെറുപ്പിൽ നിന്നും രക്ഷ നേടാൻ, അല്ലാഹുവിന്റെ കോപമാണല്ലോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നതും ആ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറയുന്നതും പടച്ചവന്റെ കോപമാണ്. അല്ലാഹു നമ്മോട് കോപിക്കുക എന്നതാണ്. ഒരു വിശ്വാസി ഒരിക്കലും അത് ആഗ്രഹിക്കുകയില്ല. പടച്ചവന്റെ സ്നേഹമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അള്ളാഹുവിന്റെ കോപം നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല. അപ്പൊ പടച്ചവന്റെ കോപത്തെ തണുപ്പിക്കാൻ, അള്ളാഹുവിന്റെ നമ്മളോടുള്ള കോപത്തെ തണുപ്പിക്കാൻ സദഖയ്ക്ക് കഴിയൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന സ്വദഖ തുത്ഫിഉ ഖളബർ റബ്ബി വതദ്ഫഉ മീതത സൂ. അത് മാത്രവുമല്ല, സദഖ റബ്ബിന്റെ കോപത്തെ തണുപ്പിക്കുമെന്ന് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, വതദ്ഫഉ മീതത സൂ, മോശമായ മരണത്തെയും സദഖ തടയുന്നു എന്ന്. നമ്മളാരും ആഗ്രഹിക്കാത്ത ഒന്നാണല്ലോ മോശമായ മരണം, അപമൃത്യു എന്ന് പറയും, അതല്ലെങ്കിൽ ദുർമരണം എന്ന് പറയും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മോശമായ മരണത്തിൽ നിന്നും രക്ഷ നേടാൻ, അപമൃത്യുവിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴിയാണ് സ്വതക്ക, ദാനധർമ്മങ്ങൾ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളാണ് നാളെ അന്ത്യനാളിൽ നമ്മുടെ രക്ഷക്കെത്തുന്ന പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ അത് പഠിപ്പിക്കുകയുണ്ടായി. ഒരു ശത്രു നിങ്ങളെ കൈകാലുകളൊക്കെ പിടിച്ചു കെട്ടിയിട്ട്, നിങ്ങളെ ബന്ധനസ്ഥനാക്കിയിട്ട്, നിങ്ങളുടെ കൈകളൊക്കെ പിരടിയിലേക്ക് ബന്ധിച്ചു ചേർത്ത് കെട്ടിയിട്ട് അവസാനം നിങ്ങളുടെ തലവെട്ടാൻ വേണ്ടി വരികയാണ്. നമ്മൾ നിസ്സഹായരായി നിൽക്കുകയാണ്, കൈകൾ രണ്ടും പിരടിയിലേക്ക് ചേർത്ത് കെട്ടിയിരിക്കുന്നു, നമ്മളെ ഒന്നാകെ ബന്ധിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മുടെ തലവെട്ടാൻ വേണ്ടി വരികയാണ്. ആ സന്ദർഭത്തിൽ നിസ്സഹായനായിരിക്കുന്ന മനുഷ്യൻ തന്നെ കൊല്ലാൻ വരുന്നവരോട് പറയുകയാണ്, എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരാം, എന്നെ വെറുതെ വിടുകയാണെങ്കിൽ. അങ്ങനെ തന്റെ കയ്യിലുള്ളത് മുഴുവനും കൈയൊഴിച്ചുകൊണ്ട് അയാൾ ആ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നുവെങ്കിൽ അയാളെ കുറിച്ച് നമ്മൾ എന്താണ് വിചാരിക്കുക? അന്ത്യനാളിൽ സ്വതക്ക ഒരാളെ രക്ഷിക്കുന്നത് ഇങ്ങനെയാണെന്ന്.
നിങ്ങൾ നരകത്തിലേക്ക് വീഴാൻ പോകുമ്പോൾ നിങ്ങളുടെ ചെറുതും വലുതുമായ സദക്കകൾ വന്നിട്ട് നിങ്ങളുടെ രക്ഷക്കെത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ നിങ്ങൾ നീട്ടിവെക്കരുത് എന്ന്, ദാനധർമ്മങ്ങൾ നിങ്ങൾ വൈകിപ്പിക്കരുത് എന്ന്, ചെലവഴിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾ അത് വേഗം കൊടുത്തു വീട്ടണം എന്നാണ്. അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്. മരണത്തിന്റെ മലക്കുൽ മൗത്ത് നിങ്ങളെ തേടിയെത്തുന്നതിന് മുമ്പ് സത്യവിശ്വാസികളെ നിങ്ങൾ ചെലവഴിക്കുക. മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിച്ചോളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾക്ക് കൂടിയാൽ ഇത്ര കാലമേ ജീവിതമുള്ളൂ, നിങ്ങൾ ഗുരുതരമായ മാരകമായ ഒരു മാറാരോഗത്തിന് അടിപ്പെട്ടിരിക്കുന്നു, ആ രോഗം ഇന്നാലിന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു, നിങ്ങളുടെ ആന്തരിക അവയവങ്ങളിൽ ഇത്ര ശതമാനം അത് കാർന്നു നിന്നിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയ ധമനികളെ അത് ഇത്ര അളവിൽ ബന്ധിച്ചിരിക്കുന്നു, അടച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പുകൾ ഡോക്ടർമാർ നൽകുന്നതിന് മുമ്പ് നിസ്സഹായമായി നിലവിളിക്കേണ്ടി വരുന്ന ഘട്ടമെത്തുന്നതിന് മുമ്പ് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ധനത്തിൽ നിന്ന് ചെലവഴിക്കാനുള്ള മനസ്സ് വളർത്തിയെടുക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് പറയുന്നത്. ആയുസ്സിനി ബാക്കിയില്ല, അധിക സമയം എന്ന് എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പോൾ, ദുനിയാവിൽ നിന്നും അടർത്തി മാറ്റപ്പെടുമെന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അലമുറയിടുന്നത് കൊണ്ട് പ്രയോജനമില്ല എന്നാണ്. തന്റേതെന്ന് കരുതിയതൊക്കെ അധികം വൈകാതെ മറ്റുള്ളവരുടേതാകാൻ പോവുകയാണെന്ന യാഥാർത്ഥ്യം മനുഷ്യന് ബോധ്യപ്പെടുമ്പോ, അഥവാ ആത്മാവിനെ ഏറ്റെടുക്കാൻ മലക്കുൽ മൗത്ത് വന്നെത്തിച്ചേരുന്ന സന്ദർഭത്തിൽ ഫയഖൂലു റബ്ബി ലൗലാ അഖർതനി, മരണാസന്നനായ മനുഷ്യന്റെ മനസ്സ് പിടക്കുകയാണ്, മരണാസന്നനായ മനുഷ്യന്റെ മനസ്സ് വിലപിക്കുകയാണ്. ആ വിലാപം വിശുദ്ധ ഖുർആൻ വരച്ചു കാണിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾ നീട്ടിക്കിട്ടിയാൽ നാഥാ നിന്റെ മാർഗത്തിൽ ലഅസ്സദ്ദഖന്ന, ധാരാളം സദഖ ചെയ്യാമെന്ന് വിലപിക്കുന്ന മനുഷ്യൻ ഒരു പ്രയോജനവുമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ, ഒരു പ്രയോജനവുമില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. ഫിർഔന്റെ പാശ്ചാത്താപം പോലെ അല്ലാഹു ചോദിച്ചല്ലോ, അൽ ആൻ, ഇപ്പോഴാണോ ഫറോവ ചെങ്കടലിൽ മുങ്ങി മരിക്കുന്ന സമയത്ത്, ഇനി ഒരു രക്ഷയുമില്ല എന്ന് തോന്നുന്ന സമയത്ത് ഫറോവ നിലവിളിച്ചു പോയി റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു ചോദിച്ചു. അൽ ആൻ, ഒരു പ്രയോജനവുമില്ല എന്ന് പടച്ചവൻ പ്രത്യുത്തരം നൽകുകയാണ്. പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞല്ലോ, ല അൻ യതസദ്ദഖൽ മർഉ ഫീ ഹയാതിഹി ബിദിർഹമിൻ, ല അൻ യതസദ്ദഖൽ മർഉ ഫീ ഹയാതിഹി ബിദിർഹമിൻ, ജീവിതകാലത്ത് ഒരാൾ ചെലവഴിക്കുന്ന ഒരു ദിർഹം ഖൈറുൽ ലഹു അൻ യതസദ്ദഖ ബിമിയത്തി ഇൻദ മൗതിഹി, മരണാസന്നനായി വരുന്ന സമയത്ത്, മരണാസന്നനായി തീരുന്ന സമയത്ത് അയാൾ ചെലവഴിക്കുന്ന 100 ദിർഹമിനേക്കാൾ എത്രയോ ഉത്തമമാണ്, 100 ദിർഹമിനേക്കാൾ എത്രയോ ഉത്തമമാണ്. അഥവാ ജീവിതത്തിൽ ആരോഗ്യവും ജീവിതത്തിൽ സൗകര്യവുമുള്ള സമയത്ത് അയാൾ ചെലവഴിക്കുന്ന ഒരു ദിർഹം, അതാണ് അള്ളാഹുവിന്റെ അടുത്ത് കൂടുതൽ പരിഗണനീയമെന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് കൂടുതൽ നേടാൻ വേണ്ടി ഓടി നടക്കുന്ന സന്ദർഭത്തിൽ, അതിനോട് കൂടുതൽ ആഗ്രഹം വെച്ചു പുലർത്തുന്ന സാഹചര്യങ്ങളിൽ ചെലവഴിക്കുന്ന ചെറിയ സംഖ്യ മരണാസന്നനാകുന്ന വേളയിൽ നൽകുന്ന ആയിരങ്ങളെക്കാൾ നിങ്ങൾക്ക് ഹൈറാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ സദഖ ഏതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അയ്യു സദഖത്തി അഫ്ളലു യാ റസൂലുള്ളാഹ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിക്കുകയുണ്ടായി, അയ്യു സദഖത്തി അഫ്ളലു യാ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലേ ഏത് സദഖയാണ് ഏറ്റവും ശ്രേഷ്ഠം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന മറുപടി ജുഹദുൽ മുഖിൽ, ദരിദ്രന്റെ ദാനമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ദരിദ്രനായ ഒരു മനുഷ്യൻ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കെ തന്റെ പരിമിതമായ വിഭവങ്ങളിൽ ഒരംശം ചെലവഴിക്കുക എന്നത് അങ്ങേയറ്റം പ്രതിഫലാർഹവും ശ്രേഷ്ഠവുമായി തീരുന്ന ദാനമാണെന്ന് ജുഹദുൽ മുഖിൽ. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, അല്ലദീന യുൻഫിഖൂന ബിസ്സറാഇ വദ്ദറാ, ക്ഷാമത്തിലും ക്ഷേമത്തിലും ചെലവഴിക്കുന്നവർ. കുറഞ്ഞ വിഭവങ്ങളുള്ളവന്റെ അധ്വാന ഫലത്തിൽ നിന്നും അയാൾ ചെലവഴിക്കുന്ന ചെറിയ നാണയത്തുട്ടുകൾ പോലും ശ്രേഷ്ഠമായ ദാനത്തിന്റെ കൂട്ടത്തിൽ അയ്യു സദഖ അഫ്ളലു യാ റസൂലുള്ളാഹി എന്ന് ചോദിച്ചതിനുള്ള മറുപടിയായിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, വബ്ദഉ ബിമൻ തഹൂൽ, അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ആരംഭിക്കുക, ആശ്രിതരിൽ നിന്ന് ദാനധർമ്മങ്ങൾ ആരംഭിക്കുക, അപ്പോൾ സദഖയുടെ കൂലിയും കിട്ടും, കുടുംബ ബന്ധം ചേർത്തതിന്റെ പ്രതിഫലവും ലഭിക്കുമെന്ന്. പ്രിയമുള്ളവരെ, ഇൻഫാഖും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ എന്ന് പറയുന്നത് കൊടുത്താൽ കുറയുന്ന സാമ്പ്രദായികമായ മാത്തമാറ്റിക്സ് അല്ല വിശുദ്ധ ഖുർആനിന്റെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സത്യവിശ്വാസി അങ്ങനെയാണ് ഇൻഫാഖിനെ നോക്കിക്കാണേണ്ടത്. കൊടുത്താൽ കുറയുന്ന സാധാരണ സാമ്പ്രദായികമായ കണക്കല്ല
അള്ളാഹുവിന്റെ ദീനിന്റെ ഇൻഫാഖിന്റെ കണക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം ഒരു ആടിനെ അറുത്തുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചു പുറത്തു പോയി തിരിച്ചു വന്നപ്പോ പത്നിയോട് ചോദിക്കുന്നുണ്ടല്ലോ, മാ ബഖിയ മിൻഹ, എന്താണ് ആയിഷ അതിൽ ബാക്കിയുള്ളത്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ ബഖിയ മിൻഹ ഇല്ലാ ഖത്ബിഹാ, അള്ളാഹുവിന്റെ റസൂലെ അതിന്റെ ഒരു തോള് മാത്രമാണ് ബാക്കിയുള്ളത്, ബാക്കിയൊക്കെ സദഖ ചെയ്തു എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ വാചകത്തിൽ ഒരു തിരുത്തൽ നൽകുകയാണ്. അല്ല ആയിഷ, ബഖിയ കുല്ലുഹാ വൈറ ഖത്ബിഹാ, ആ കുറവല്ലാത്ത ആ ഒരു തോളല് കഴിച്ചുള്ള ബാക്കിയെല്ലാം ആണ് ബാക്കിയായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ കൊടുത്തതാണ് ബാക്കി, നിലനിൽക്കുന്നത് അതാണ്, കൊടുത്തതാണ് ബാക്കിയാകുന്നതും നിലനിൽക്കുന്നതും എന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ദാനം ചെയ്യുന്നത് നഷ്ടപ്പെടുകയല്ല, അതാണ് നിലനിൽക്കുന്നതും ബാക്കിയാകുന്നതും എന്ന് പഠിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് അള്ളാഹുവിന്റെ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ വെളിച്ചമായി തീരുന്ന, വിശുദ്ധ ഖുർആൻ ഹുദയായി തീരുന്ന വിശ്വാസികളുടെ സവിശേഷതകൾ പറഞ്ഞിടത്ത് മൂന്നാമത്തെ അടയാളമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എന്നത് അള്ളാഹു നൽകിയതിൽ നിന്നും ചെലവഴിക്കുന്നവരാണ് അവർ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇൻഫാഖിനെ കാണുന്നത് ദൈവികമായ പടച്ചവന്റെ അടുത്തുള്ള ഒരു നിക്ഷേപ പദ്ധതിയായിട്ടാണ്, പടച്ചവന്റെ അടുത്തുള്ള നിക്ഷേപ പദ്ധതിയായിട്ടാണ് വിശ്വാസികൾ ഇൻഫാഖും ഫീ സബീലില്ലാഹി കാണേണ്ടത്. നമ്മളിൽ പലരും ഈ മാസം തോറും ചില നിക്ഷേപങ്ങളുടെ രീതിയിലുള്ള ചില കുറികളിലൊക്കെ ചേരാറുണ്ട്. ചിലരൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന ഡെപ്പോസിറ്റുകൾ നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ ഒന്നിച്ച് തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ ഒരിക്കലും അതൊരു നഷ്ടക്കച്ചവടമായി പറയാറില്ല. അതൊരു നിക്ഷേപ പദ്ധതിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനൊരിക്കലും നമ്മൾ നഷ്ടക്കച്ചവടമായി ചിന്തിക്കുന്നില്ല. തിരിച്ചു കിട്ടുന്ന നിക്ഷേപമാണ് നമുക്കറിയാം. ഇത് അള്ളാഹുവിന്റെ അടുത്തുള്ള നിക്ഷേപ പദ്ധതി എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങായി തിരിച്ചു കിട്ടുന്ന പദ്ധതിയാണ്. മസലുല്ലദീന യുൻഫിഖൂന ഫീ സബീലില്ലാഹി കമസലി ഹബ്ബ, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബ അംബതത് സബ്അ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിയത്തു ഹബ്ബ വല്ലാഹു യുളാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. പല തവണ ഇതേ മിമ്പറിൽ നിന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുള്ളതാണ്. പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന വിശ്വാസികളുടെ ഉപമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിശദീകരിച്ചിരിക്കുകയാണ്. ഒരു നെന്മണി അത് 7 കതിരുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഓരോ കതിരിലും 100 വീതം മണികൾ എന്ന് പറഞ്ഞാൽ ഒന്നിനെ 700 ആക്കി തിരിച്ചു തരുന്ന, 700 മടങ്ങായി മടക്കി തരുന്ന സ്വഭാവമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ മാർഗത്തിൽ ദീനിനു വേണ്ടി ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് ഹുദയായി തീരണമെങ്കിൽ, നമുക്ക് വഴിയും വെളിച്ചവും വഴികാട്ടിയുമായി തീരണമെങ്കിൽ അതിന് ഖുർആൻ നിശ്ചയിച്ച മാനദണ്ഡങ്ങളെ, പരിശുദ്ധ ഖുർആൻ നിശ്ചയിച്ച അടിസ്ഥാനങ്ങളെ, ആ മുദ്രകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം എന്ന് സൂചിപ്പിക്കുകയാണ്. ഒന്നാമതായി പറഞ്ഞത് ഈമാനും ബിൽ ഗൈബാണെങ്കിൽ, രണ്ടാമത്തേത് അനുഷ്ഠാന കർമ്മങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന അഖീമുസ് സ്വലാ യഖീമൂനസ് സ്വലാ, മൂന്നാമത്തേത് മിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ ഇൻഫാഖും ഫീ സബീലില്ലാഹ്, അഥവാ അടിയുറച്ച വിശ്വാസം, അള്ളാഹുവിനോടുള്ള ബാധ്യതകളുടെ നിർവഹണം, സമസൃഷ്ടികളോടുള്ള ബാധ്യതകളുടെ നിർവഹണം, ഇത് മൂന്നും ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ദീനിനെയാണ് അല്ലാഹുവിന്റെ ദീനായ ഇസ്ലാം, അൽ ഇസ്ലാം എന്ന് നമ്മൾ പഠിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനോടും അവൻ പടച്ചവനോടും അവന്റെ സമസൃഷ്ടികളോടുമുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് അതുവഴി പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ വഴിയും വിളക്കും വെളിച്ചവുമായി തീരുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام. صلى الله على من لا نبي بعده وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين وجعلنا معهم يا أرحم الراحمين. أيها الإخوان والأخوات، أوصيكم ونفسي ثانيا بالتقوى. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. സഹോദരി സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ടു അവന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ
കഴിഞ്ഞ ദിവസങ്ങളിൽ 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും ഒക്കെ റിസൾട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിലൊക്കെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ മക്കളിലൊക്കെ പലരും ഈ 2 പരീക്ഷകളിൽ ഏതെങ്കിലും ഒക്കെ വിജയികളായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി പഠിച്ച് പരിശ്രമിച്ച് നന്നായി പരീക്ഷ എഴുതി വിജയിച്ച നമ്മുടെ എല്ലാ മക്കളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്കുള്ള എല്ലാ അഭിനന്ദനങ്ങളും അതുപോലെ തന്നെ അനുമോദനങ്ങളും അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം അവർക്കൊക്കെ ഇപ്പോൾ വലിയ ആദരവുകളും അതുപോലെ തന്നെ വലിയ അനുമോദനങ്ങളുമൊക്കെ ധാരാളമായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. അത് പ്രോത്സാഹിപ്പിക്കേണ്ടതും നല്ല പ്രചോദനമാകേണ്ടതുമാണ്. കുട്ടികൾക്ക് അവരുടെ ഭാവി പഠനത്തിലും ഉയർന്ന വിജയങ്ങൾ നേടിയെടുക്കുവാനും ഇത്തരം പ്രശംസകളും അനുമോദനങ്ങളുമൊക്കെ അവർക്ക് വലിയ പ്രചോദനമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അതേ സമയം അതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് A+ തുലാസിൽ മക്കളെ തൂക്കുന്ന ഒരു പ്രവണത, അതിൽ മാത്രം മക്കളുടെ നിലവാരം അളക്കുന്ന ഒരു പ്രവണത, അതിൻ്റെ പേരിൽ വലിയ സമ്മർദ്ദങ്ങൾക്ക് മക്കളെ വിധേയമാക്കുന്ന പ്രവണത വളരെ അപൂർവമായിട്ടെങ്കിലും ചില രക്ഷിതാക്കളിൽ സംഭവിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ 10ാം ക്ലാസ്സിലോ +2വിലോ ഫുൾ A+ ആവുക എന്നത് ജീവിതത്തിൽ വിജയിക്കാനുള്ള മാനദണ്ഡമല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. പരീക്ഷാ റിസൾട്ടിനെ കുറിച്ച് അമിതമായ സമ്മർദ്ദം മക്കളിൽ ഉണ്ടാക്കാതിരിക്കുന്നതിനാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ള സമ്മർദ്ദങ്ങളാണ് പലപ്പോഴും കുട്ടികളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 2 ആഴ്ചകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 29ാം തീയതി ആന്ധ്രയിൽ ഒരു പരീക്ഷാ ഫലത്തെക്കുറിച്ച് 9 മനുഷ്യ ജീവനുകളാണ്, വിദ്യാർത്ഥി ജീവനുകളാണ് നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സമീപ പ്രദേശത്ത് പോലും ഈ അടുത്ത ദിവസം, കഴിഞ്ഞ ആഴ്ചയാണ് ഒതളൂരിൽ വിവേദ്യ എന്ന് പറയുന്ന ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. പരീക്ഷയിൽ തോൽക്കുമെന്ന പേടിയായിരുന്നു ആ ആത്മഹത്യക്ക് കാരണം എന്ന് ആത്മഹത്യാ കുറിപ്പിൽ നിന്ന് തന്നെ ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കിയതാണ്. ഞാൻ പറയുന്നത് 10ാം ക്ലാസ്സും +2വിലും ഒക്കെ ലഭിക്കുന്ന A+കളാണ് ജീവിതത്തിന്റെ ആത്യന്തികമായ വിജയവും പരാജയവും എന്ന് പിഞ്ചു കുട്ടികളുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്ന ധാരണകൾ വലിയ അപകടങ്ങൾ വരുത്തി വെക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് പ്രോത്സാഹനവും പിന്തുണയും നൽകുക, വിജയത്തിലും നേട്ടത്തിലും മാത്രമല്ല തോൽവിയിലും പരാജയത്തിലും കൂടി അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ഉണ്ടാകും എന്ന ബോധ്യം മക്കൾക്ക് നൽകണം. നമ്മുടെ മക്കൾ നേടുന്ന സർട്ടിഫിക്കറ്റിനേക്കാളും മക്കൾ തന്നെയാണ് നമുക്ക് പ്രിയപ്പെട്ടത്. നമ്മുടെ മക്കൾ നേടുന്ന വിജയത്തെക്കാളും നമ്മുടെ മക്കളാണ് നമുക്ക് വലുത് എന്ന ബോധ്യവും കൂടി നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം ഉപരിപഠനവുമായി ബന്ധപ്പെട്ട ഗൗരവത്തോടുകൂടിയുള്ള ചർച്ചകളും രക്ഷിതാക്കൾ ആരംഭിക്കുന്ന സമയമാണിത്, സന്ദർഭമാണിത് എന്നുകൂടി നമ്മൾ അറിയുന്നു. ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായി സഹോദരി സഹോദരങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ളത്, നമ്മുടെ മക്കൾക്ക് പുതിയ കാലത്ത് അവർ നേരിടുന്ന വെല്ലുവിളികളിൽ പിടിച്ചു നിൽക്കാനുള്ള ഇസ്ലാമികമായ വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ നമ്മൾ ജാഗ്രത പുലർത്തണമെന്നതാണ്. വളർന്നു വരുന്ന നമ്മുടെ മക്കളെ ഇസ്ലാമികമായ വ്യക്തിത്വമുള്ളവരാക്കി തീർക്കാൻ, ഇസ്ലാമികമായ സംസ്കാരമുള്ളവരാക്കി തീർക്കാൻ, ധാർമ്മിക മൂല്യങ്ങളോട് പ്രതിബദ്ധതയുള്ളവരാക്കി തീർക്കാൻ, ശരിയായ കുടുംബ ജീവിതം നയിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന സ്വഭാവത്തിലേക്ക് അവരെ വളർത്തിയെടുക്കാൻ, ഇത്തരം സംഗതികളൊക്കെ മക്കൾക്ക് സാധ്യമാകുന്നിടത്ത് അവർക്ക് ഇത്തരം വിദ്യാഭ്യാസങ്ങളൊക്കെ അവർക്ക് ലഭ്യമാകുന്നിടത്ത് നമ്മൾ ശ്രദ്ധ വെക്കണമെന്നാണ് പറയുന്നത്. ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ, പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ ആദർശപരമായ വെല്ലുവിളികൾ, ധാർമ്മികമായ അപജയങ്ങൾ, വിവാഹത്തോട് തന്നെയുള്ള വിരക്തികൾ, ഇതിനെയൊക്കെ അഭിമുഖീകരിക്കണമെങ്കിൽ പ്രിയമുള്ളവരെ ഈമാനികമായ കരുത്തും അതിന് ഇസ്ലാമികമായ വിദ്യാഭ്യാസവും മക്കൾക്ക് വേണം. അതല്ലാതെ കേവലം നമസ്കാരവും അതുപോലെ തന്നെ നോമ്പും മര്യാദക്ക് നിർവഹിക്കുന്ന കുട്ടികളിൽ തന്നെ പലപ്പോഴും ലിബറലിസത്തിലേക്ക്, അൾട്രാ ഫെമിനിസത്തിലേക്ക്, ഫ്രീ സെക്സ് ചിന്തകളിലേക്ക്, ജെൻഡർ പ്രശ്നങ്ങളും വിവാഹ നിരാസങ്ങൾ പോലുള്ള പുതിയ നല്ലതല്ലാത്ത പ്രവണതകളിലേക്ക് പുതിയ തലമുറ ഇത്തരം ചതിക്കുഴികളിലേക്ക് അവരെ പെടുത്താൻ വേണ്ടി വളരെ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിത്താരയിൽ തന്നെ നമ്മുടെ മക്കൾ വളർന്നു വരുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. മക്കൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം നൽകുന്നതിൽ ഒട്ടും നമ്മൾ പുറകിലാകേണ്ടതില്ല. പക്ഷേ അതോടൊപ്പം അവരുടെ ആദർശ സംരക്ഷണവും അവരുടെ വിശ്വാസ സംരക്ഷണവും അവരുടെ ഇസ്ലാമികമായ വ്യക്തിത്വത്തിന്റെ വികാസവും സാമൂഹ്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒക്കെ അവർ പുലർത്തേണ്ട, മുറുകെ പിടിക്കേണ്ട മൂല്യങ്ങളെ കുറിച്ചുള്ള വിചാരവും നമ്മുടെ മക്കളിൽ വളർത്തിയെടുക്കുവാൻ അവർക്ക് നൽകപ്പെടുന്ന വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകണം എന്നാണ് പറഞ്ഞു വരുന്നത്. മതഭൗതിക വിദ്യാഭ്യാസങ്ങളെ
സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് ഇസ്ലാമിക കലാലയങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നു വരുന്നുണ്ട്. അത്തരം അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുവാനും കൂടി നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ വെക്കേഷൻ കാലത്ത് നമ്മുടെ മക്കൾക്ക് ഇസ്ലാമികമായ ഉണർവുകൾ നൽകാൻ, അവരുടെ ഇസ്ലാമിക വ്യക്തിത്വത്തെ പരിപോഷിപ്പിക്കുവാൻ സഹായകമായ കോഴ്സുകളും ക്യാമ്പുകളും ഒക്കെ പലയിടത്തായി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. അത്തരം അവസരങ്ങളിലും അത്തരം സന്ദർഭങ്ങളും നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയണം എന്നാണ് കൂട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ ആ രീതിയിൽ ഇസ്ലാമികമായ വിദ്യാഭ്യാസം നൽകി നല്ല ആദർശബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ പറയാനുള്ളത്, ഈ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വരുന്ന 13-ാം തീയതി തിങ്കളാഴ്ച മുതൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു കോഴ്സ് 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് രാവിലെ 7:30 മുതൽ 10 മണി വരെയാണ് അതിന്റെ സമയം ഇവിടെ വെച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്നത്. സാധ്യമാകുന്നവർ, താല്പര്യമുള്ളവർ തങ്ങളുടെ കുട്ടികളെ ആ പരിപാടിയിലേക്ക് പറഞ്ഞയക്കാനും കൂടി താല്പര്യമെടുക്കണം. പള്ളിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ബന്ധപ്പെട്ടുകൊണ്ട് അവരെ രജിസ്റ്റർ ചെയ്യിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ ആ പ്രക്രിയ കൂടി നിർവഹിക്കണമെന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതിൽ നമുക്കൊരു നഷ്ടവും വരികയില്ല, കുട്ടികൾക്ക് അതുകൊണ്ട് ഒരു കുറവും സംഭവിക്കുകയില്ല. എന്നല്ല, ഈ പ്രായത്തിൽ ലഭിക്കേണ്ട മൗലികമായ ചില അടിസ്ഥാനങ്ങളെ കുറിച്ചുള്ള വിദ്യാഭ്യാസം അവർക്ക് നൽകാൻ കൂടി സഹായകരമാണ് അതെന്ന് ഈ കൂട്ടത്തിൽ സൂചിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തമായ രീതിയിൽ അവരുടെ ഈമാനികമായ കരുത്തും ഇസ്ലാമികമായ വ്യക്തിത്വവും ഉയർത്തിപ്പിടിക്കാൻ സാധ്യമാകുന്ന വിദ്യാഭ്യാസം നൽകി നമ്മുടെ മക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പുതിയ കാലത്ത് മുസ്ലിം സമൂഹത്തിന് മുന്നിൽ നടക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ നല്ല കഴിവുള്ള, പ്രാപ്തിയുള്ള, അഭ്യസ്തവിദ്യരായ ഹൈ പ്രൊഫഷണലായ കുട്ടികൾ ഈ സമുദായത്തിൽ നിന്ന് വളർന്നു വരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا. اللهم اجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم أجرنا من خزي الدنيا وعذاب الآخرة. اللهم توفنا وأهلنا مسلمين وألحقنا بالصالحين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون ولذكر الله أكبر والله يعلم ما تصنعون.